നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ പ്രതി മാർട്ടിന്റെ വീഡിയോയിൽ നടപടി. 3 പേർ കസ്റ്റഡിയിൽ. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. വീഡിയോ പ്രചരിപ്പിച്ച 100 അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സൂരജ് സജീവങ്ങളുമായി ചേരുകയാണ്. സൂരജ്, ഒടുവിൽ നടിയുടെ പരാതിയിൽ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിൽന, നടി നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷാവിധി പുറത്തു വന്നതിന് പിന്നാലെയാണ് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിന്റെ പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നത്. മാർട്ടിൻ ഈ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഇരയെ അടക്കം അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം മാർട്ടിൻ പറയുന്ന തരത്തിൽ ഈ പ്രചരിപ്പിച്ചത്. പിന്നീട് അത് വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അത് പ്രചരിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുകയും പിന്നീട് ഔദ്യോഗികമായി തന്നെ അതിജീവിതയുടെ കുടുംബാംഗങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടി പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയിന്മേൽ തൃശൂർ ക്രൈംബ്രാഞ്ചാണ് ഈ അന്വേഷണം നടത്തിയത്. അതിലാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ച 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തൃശൂർ സ്വദേശി, അതോടൊപ്പം തന്നെ ആലപ്പുഴ, എറണാകുളം സ്വദേശികളായിട്ടുള്ള 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സ്വാഭാവികമായും ഇത്തരം വീഡിയോ പ്രചരിപ്പിച്ച അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ 100 ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഈ വീഡിയോ പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കെതിരെയും സ്വാഭാവികമായ നടപടി ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഇവർക്കെല്ലാവർക്കും നോട്ടീസ് നൽകിക്കൊണ്ട് ഈ വീഡിയോ പ്രചരിപ്പിച്ച ആളുകളോട് ഈ വീഡിയോ പിൻവലിക്കണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ വീഡിയോ പിൻവലിക്കാത്ത അക്കൗണ്ടുകൾക്കെതിരെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് ഈ വീഡിയോ പ്രചരിപ്പിച്ചവരെ സംബന്ധിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എവിടെ നിന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്, ചിത്രീകരിക്കപ്പെട്ടത് എവിടെയാണ്, അതിന്റെ ഉറവിടം കൂടി കണ്ടെത്തുന്നതിനുള്ള വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നതില്ല. സുരജിതിൽ ഈ 100 അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഈ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന, ബോധപൂർവമായി അപമാനിക്കാനുള്ള ശ്രമം, ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത പോലീസിന് ലഭിക്കുന്നുണ്ടോ? തുടർ നടപടികൾ എന്തായിരിക്കും പോലീസ് ഈ വിഷയത്തിൽ എടുക്കുക? ഇതില്ല, സ്വാഭാവികമായി ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ കേസെടുക്കുന്ന ഒരു സൈബർ പോലീസ് ആയിരുന്നു. തൃശൂർ സിറ്റി സൈബർ പോലീസ് കേസെടുത്ത് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന് കണ്ടെത്തുന്നു. ഈ ശിക്ഷാവിധി വന്ന് ദിവസങ്ങൾക്കിപ്പുറം ഒരു വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒരേ വീഡിയോ പ്രചരിക്കുന്ന ഒരു സാഹചര്യം, അത് ദ്രുതഗതിയിലാണ് വിവിധ അക്കൗണ്ടുകളിൽ പ്രചരിച്ചത്. അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു. അതായത് ഈ ശിക്ഷാവിധിക്കുപ്പുറം ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചിത്രീകരിച്ച വീഡിയോ എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ ഉറവിടം എവിടെയെന്ന് സംബന്ധിച്ച് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നത്. ആദ്യഘട്ട നടപടി എന്ന നിലയിലാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ ഇപ്പോൾ ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ആളുകൾ ഇത് പ്രചരിപ്പിക്കരുത് എന്ന കാര്യം പോലീസ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കും കമ്പനികൾക്കും നേരത്തെ തന്നെ നോട്ടീസ് നൽകിയതാണ് ഈ വീഡിയോ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിനുശേഷവും ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇത് പിൻവലിക്കാൻ അക്കൗണ്ട് ഉടമകൾ തയ്യാറായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കിയതാണ്. അത്തരം ഒരു കർശന നടപടിയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഈ വീഡിയോ എവിടെ വച്ച് ചിത്രീകരിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നതില്ല. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ പ്രതി മാർട്ടിന്റെ വീഡിയോയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ ഉള്ളവരാണ്. അതോടൊപ്പം 100ഓളം അക്കൗണ്ടുകളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. സൂരജ്, അത് മാർട്ടിൻ ഇങ്ങനെ രീതിയിലൊരു വീഡിയോ പുറത്തിറക്കുമ്പോൾ അത് ശിക്ഷ കഴിഞ്ഞ ശേഷം വലിയ രീതിയിൽ നടിക്കെതിരെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഒരു വലിയ ഗൂഢാലോചന നടിയുടെ ഭാഗത്തു നിന്നുണ്ടായി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇക്കാര്യത്തിൽ മാർട്ടിനെതിരെ കൃത്യമായ ഒരു നടപടി ആവശ്യവുമാണ്. മാർട്ടിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമോ? അതിൽ വിയൂർ ജയിലിലാണ് നിലവിൽ മാർട്ടിൻ അടക്കമുള്ള ഈ പ്രതികൾ കഴിയുന്നത്. ഈ വിയൂർ ജയിലിലെത്തി ഈ മാർട്ടിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. ആദ്യഘട്ടത്തിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നത് തടയുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. സ്വാഭാവികമായും അതിജീവിതയുടെ ഐഡന്റിറ്റി അടക്കം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് തടയിടുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഈ പോലീസ് ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിക്കുന്ന തടയാനുള്ള നടപടികളിലേക്ക് കടന്നത് അന്ന് തന്നെ, അതായത് ആദ്യഘട്ടത്തിൽ ഒരു 123 അക്കൗണ്ടുകൾ അടക്കം പോലീസ്
തിരിച്ചറിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അക്കൗണ്ട് ഉടമകൾക്കെല്ലാം തന്നെ പോലീസ് നോട്ടീസ് അയച്ചതാണ്. അതിൽ ഈ പറഞ്ഞ ഒരു 20-ലധികം ആളുകൾ ഈ വീഡിയോ പിൻവലിക്കുകയും തങ്ങൾക്ക് അറിയാതെ പറ്റിയ തെറ്റാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പോലീസ് ഈ നോട്ടീസ് അയച്ചിട്ടും ഈ നോട്ടീസ് മുഖവിലക്കെടുക്കാത്ത 100-ലധികം അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ദ്രുതഗതിയിലേക്കുള്ള ഒരു ആക്ഷനിലേക്ക് കടന്നിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ഉടമകൾക്കെതിരെ, സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, കർശനമായ നടപടികളിലേക്ക് കടക്കുക. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ തൃശൂർ സ്വദേശി, അതോടൊപ്പം തന്നെ എറണാകുളം സ്വദേശി, അതോടൊപ്പം ആലപ്പുഴ സ്വദേശി, അങ്ങനെ ഇങ്ങനെ 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കൂടി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശിക്ഷാവിധി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ മാർട്ടിന്റെ പേരിൽ ഈ അതിജീവിതയെ ഐഡന്റിറ്റി അടക്കം വെളിപ്പെടുത്തുന്നു, അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഈ വീഡിയോ പുറത്തു വരുന്നത്. മാർട്ടിൻ ഒരു വീഡിയോ പറയുന്നതായിട്ടാണ്, മാർട്ടിൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്നത്. അത് പിന്നീട് വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ എല്ലാവരെയും വെള്ളപൂശുന്നതിന് വേണ്ടി അത്തരത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഈ പരാതി ലഭിച്ചത് കമ്മീഷണർക്കാണെങ്കിൽ പോലും പിന്നീട് സൈബർ പോലീസിന് കൈമാറുന്നു. ഈ സൈബർ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലടക്കം ഈ ഗൂഢാലോചന, അതായത് ഈ വീഡിയോയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി തയ്യാറാക്കിയ വീഡിയോ, അത് പ്രചരിപ്പിക്കപ്പെട്ടതിലടക്കം കൃത്യമായ ഗൂഢാലോചന കണ്ടെത്തുന്നു. അങ്ങനെ ആ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പിന്നീട് തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുകയായിരുന്നു. ആ ക്രൈംബ്രാഞ്ച് ഈ വീഡിയോയുടെ ഉറവിടമടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വീഡിയോ പ്രചരിപ്പിച്ച 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ ചിത്രീകരിച്ചത് എവിടെ വച്ച് ചിത്രീകരിച്ചു, മാർട്ടിൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെ വച്ചാണ് പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ കൂടി പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അത്തരം വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മാർട്ടിനെ വിയൂർ ജയിലിലെത്തി ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. ദിൽന, ശരി, തന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് നടിയെ കൊണ്ട് പറയിപ്പിച്ച സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ, ആ വീഡിയോയിലാണ് ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലായിരിക്കുന്നത്. സുരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.